എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു സ്വീഡിഷ് ക്രിസ്മസ് വൈൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഇവിടെ ഇതിന് ഗ്ലോഗ് എന്നാണ് പറയുന്നത്. ഈ ഒരു വൈൻ ചൂടോട് കൂടിയിട്ടാണ് നമ്മൾ കുടിക്കുന്നത്. വളരെ ഈസിയാണ് തയ്യാറാക്കിയെടുക്കാൻ. ഉണ്ടാക്കി അപ്പോൾ തന്നെ നമുക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വൈനും അതുപോലെ തന്നെ കുങ്കുമപ്പൂവിൻ്റെ ഒരു ബണ്ണുമാണ് ക്രിസ്മസ് സമയമാകുമ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി. അപ്പോൾ ഈ ഒരു വൈൻ കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളുമാണ്. അപ്പോൾ നമ്മളിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു വൈൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം കറുത്ത മുന്തിരി അല്ലെങ്കിൽ ചുവന്ന മുന്തിരി എടുക്കുക. അരിയില്ലാത്ത മുന്തിരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഒരു ഓറഞ്ചിൻ്റെ തൊലി, അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ തൊലി. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഞാനിവിടെ 2 കഷ്ണം ഇതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, അതുപോലെ തന്നെ 3 ഗ്രാമ്പു, 3 ഏലക്ക, പിന്നെ ഒരു തക്കോലം. ഒരു തക്കോലമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് പൊടിഞ്ഞു പോയിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർക്കണം. പഞ്ചസാര നിങ്ങളുടെ അളവിനനുസരിച്ച് കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ വേണ്ടത് റെഡ് വൈനാണ്. ഇതൊരു 1/2 കപ്പ് റെഡ് വൈൻ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു മുന്തിരിങ്ങ നന്നായിട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ സാധാരണ മൾഡ് വൈൻ ആണ് ഈ ഒരു സ്വീഡിഷ് ക്ലോഗ് എന്നറിയപ്പെടുന്നത്. മൾഡ് വൈൻ എന്ന് വെച്ചാൽ നമ്മൾ മുന്തിരിങ്ങയും ബാക്കി സ്പൈസസും എല്ലാം കൂടെ തിളപ്പിച്ചെടുക്കുന്ന ഒരു വൈനെയാണ് പറയുന്നത് മൾഡ് വൈൻ എന്ന്. അപ്പോൾ മുന്തിരിങ്ങയ്ക്ക് പകരം നമുക്ക് ശരിക്കുമുള്ള വൈൻ തന്നെ വെച്ചിട്ടും ഈ ഒരു മൾഡ് വൈൻ തയ്യാറാക്കാവുന്നതാണ്. അപ്പം നമ്മളിപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് ഈ ഒരു മുന്തിരിങ്ങ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാതെയാണ് അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ മുന്തിരിങ്ങയും അതുപോലെ തന്നെ വൈനും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു ഗ്ലോഗ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുന്തിരിങ്ങ മാത്രമായിട്ടും എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ റെഡ് വൈൻ മാത്രമായിട്ടും എടുക്കാം. അപ്പോൾ ഇനി നമ്മളൊരു സോസ് പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതായത് നമ്മളൊരു 1/2 ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത്, അത് ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുന്തിരിങ്ങയുടെ ജ്യൂസും അതുപോലെ തന്നെ റെഡ് വൈനും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റെഡ് വൈൻ എന്ന് പറയുന്നത് ഒട്ടും തന്നെ മധുരമില്ലാത്ത റെഡ് വൈനാണ്. റെഡ് വൈൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാം, അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് കൊടുത്താൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസുകളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഓറഞ്ച് ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ സ്വീഡിഷ് ക്ലോഗിൽ ഓറഞ്ച് ജ്യൂസ് അങ്ങനെ ചേർക്കാറില്ല. ഓറഞ്ചിൻ്റെ തൊലിയും അതുപോലെ സ്പൈസും വൈനും പിന്നെ കുറച്ച് ആൽക്കഹോളൊക്കെ ചേർത്തിട്ടാണ് അവർ തയ്യാറാക്കുന്നത്. പക്ഷേ ഞാനിതിലേക്ക് കൂടുതൽ ആൽക്കഹോളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതുപോലെ ഈ ഒരു വൈൻ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് തിളപ്പിച്ചിട്ട് എടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു വൈനിലെ ആൽക്കഹോൾ കണ്ടൻറ്റ് ഇല്ലാതാവുകയും അത് നോൺ ആൽക്കഹോളിക് വൈനായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആൽക്കഹോൾ കണ്ടൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ വൈൻ ഏറ്റവും അവസാനം ചേർക്കുക. അതുപോലെ തന്നെ വൈൻ ചേർത്ത് കഴിഞ്ഞാൽ തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് വെട്ടി തിളച്ച് നന്നായിട്ട് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇതിലേക്ക് ഇറങ്ങണം. അപ്പോൾ ആ ഒരു സമയം വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ സ്പൈസുകളൊക്കെ മുഴുവനെയാണ് ഈ ഒരു മൾഡ് വൈൻ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊടിച്ചും ചേർക്കാം. ഇപ്പോൾ നമ്മുടെ വൈൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തിളച്ചിട്ട് ഇതിലേക്ക് നന്നായിട്ട് ഫ്ലേവറൊക്കെ ഇറങ്ങി വരുമ്പോഴാണ് നമ്മളിത് തീ ഓഫ് ചെയ്യേണ്ടത്. നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഈ ഒരു ഫ്ലേവറൊക്കെ ഇതിൽ വന്നിട്ടുണ്ടോയെന്ന്. അങ്ങനെയാണെങ്കിൽ ഇത് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വൈൻ ചെറിയ ചൂടോട് കൂടിയിട്ടാണ് നമ്മൾ കുടിക്കുന്നത്. അതുപോലെ തന്നെ ഇത് സെർവ് ചെയ്യുന്നതിനും ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇവിടെ ഇത് സെർവ് ചെയ്യുന്നത് തൊലി കളഞ്ഞ ബദാമും അതുപോലെ തന്നെ കറുത്ത മുന്തിരിങ്ങയുടെയും കൂടെയാണ് ഈ ഒരു വൈൻ ഇവിടെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ തൊലി കളഞ്ഞ ബദാമും മുന്തിരിങ്ങയും ഇങ്ങനെ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ചോപ്പ് ചെയ്തും എടുക്കാവുന്നതാണ് ബദാം. അപ്പോൾ നമ്മൾ ചൂട് നിൽക്കുന്ന ഒരു ഗ്ലാസിൻ്റെ പാത്രം എടുക്കുക. അതിലേക്ക് ആദ്യം ഈ ഒരു മുന്തിരിങ്ങയും ബദാമും ഇട്ട് കൊടുക്കുക. ഇതിന് മുകളിലായിട്ടാണ് നമ്മൾ ഇനി ചൂടോടെ വൈന് ഒഴിക്കുന്നത്. അപ്പോൾ നല്ല തണുത്ത ക്ലൈമറ്റിൽ ഇതുപോലെ ചൂടായിട്ട് ഈ ഒരു വൈൻ കുടിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ വൈൻ കുടിക്കാത്തവർക്കും വളരെ ഇഷ്ടമാവും. ഇതിലധികം ആൽക്കഹോൾ കണ്ടൻ്റൊന്നും ഇല്ല, നമ്മൾ തിളപ്പിച്ചിട്ടാണ് ഇതെടുക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു വൈൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ക്രിസ്മസിന് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വൈനാണ്.
അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്